ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ദുബായ് വീട്ടിൽ തന്നെയാണ്. രാവിലത്തെ കാഴ്ച. ഞാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങുവാണ്. ഓഹോ, നല്ല തിരക്കാണല്ലോ റോഡിൽ. സി, ഇതിപ്പോൾ രാവിലെയാണ്, അത്ര തിരക്കായിട്ടില്ല. എങ്കിലും എന്ത് രസമാണെന്ന് നോക്കി. ഇതൊരു നഗരക്കാഴ്ചയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനങ്ങളുടെ ഒരു നല്ല ഒരു കാഴ്ചയാണ്. ഈ കാഴ്ച മീൻസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് ഞാൻ പറയും. കാരണം ഒത്തിരി ആവശ്യങ്ങൾക്കായിട്ട് ആണ് ഇങ്ങനെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മളും ഉണ്ടാവും ചില സമയങ്ങളിൽ ഈ റോഡിൽ തന്നെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു ജോലിയുടെ ആവശ്യവുമായിട്ട് ദുബായ് ടു ഷാർജ ടു ദുബായ് ആണ് കൂടുതലും കാണുന്നത്. പിന്നെ കുറേ പേര് അവിടെ നിന്ന് ഇവിടുന്നു എയർപോർട്ട് റോഡ് എല്ലാം ഉണ്ട്. ഓക്കെ, സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഇവിടുന്ന് നേരെ കാണുന്ന ഒരു സ്കൈ ലൈൻ പോലെ നമ്മുടെ ബുർജ് ഖലീഫ മുതലായ എല്ലാ ഹൈ റൈസ് ബിൽഡിങ്ങും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയം ആയതുകൊണ്ട് കുറച്ചൊന്ന് പുകഞ്ഞ് കിടക്കുന്ന പോലെയാണ്. ഇച്ചിരി ഒരു മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു വിൻ്റർ ടൈമും കൂടിയല്ലേ. പിന്നെ ആ സണ്ണിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണ്. നമുക്ക് ബാക്ക് സൈഡിൽ നിന്നാണ് സൺറൈസ് വരുന്നത്. ഇത് സൺസെറ്റ് പോയിൻ്റാണ് ആക്ച്വലി പറഞ്ഞാൽ. പിന്നെ ശബ്ദകോലാഹലത്തെ അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അത് നമ്മുടെ കിച്ചൺ വരെയും ഈ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് രാവിലത്തെ എൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചയും കാണാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ലൈഫാണ്. ഒരു പണിയില്ലാന്ന് വെച്ചാൽ കറക്കം, അത് തന്നെ മെയിൻ. പിന്നെ ഞാനത് ഒരു ഹോളിഡേ പോലെയാണ് എൻജോയ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കണ്ട, എപ്പോൾ വേണമെങ്കിലും എഴുന്നേൽക്കാം, എപ്പോൾ വേണമെങ്കിലും കിടക്കാം. ലേറ്റ് നൈറ്റാണ് കിടക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഞങ്ങളെപ്പോഴും പുറത്ത് പോകുന്നുണ്ട്. മോള് നന്നായി എൻജോയ് ചെയ്യുന്നു, അനുക്കുട്ടി എൻജോയ് ചെയ്യുന്നു, ഞാൻ എൻജോയ് ചെയ്യുന്നു, വിഷ്ണു. ഞങ്ങളൊരു ഫാമിലി ടൈം അങ്ങനെ ഹാപ്പി. അപ്പോൾ ഞാനിങ്ങനെ പല പല കാഴ്ചകളിങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ എന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ്. കുറച്ച് കുക്കിംഗ് ഉണ്ടാവും, കുറച്ച് ഔട്ടിങ് ഉണ്ടാവും, അങ്ങനെയല്ല. പിന്നെ കുഞ്ഞുങ്ങൾ അനുവും കുടുംബങ്ങളും ഒക്കെ എഴുന്നേറ്റ് വന്നാൽ കുറച്ചുകൂടെ ലൈഫ് ആക്ടിവിറ്റിയാണ്. പിന്നെ ഉച്ചയാകുമ്പോൾ വിഷ്ണു ഭക്ഷണം കഴിക്കാൻ വരും മിക്കവാറും. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വലിയ നിർബന്ധമില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും പല സമയത്തല്ലേ എഴുന്നേൽക്കുന്നത്. കോൺഫ്ലേക്സ് തന്നെയാണ് മെയിനായിട്ടും. വിഷ്ണുവിനും അത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ടോസ്റ്റ് അങ്ങനത്തെ എല്ലാം. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു മൂഡ് തോന്നുമ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ. പിന്നെ ഇവിടെ ഒരു മെയ്ഡ് വരുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വന്നതിന് ശേഷം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് നാട്ടിൽ പോകേണ്ട സമയമായിരുന്നു, പോയി. അപ്പോൾ അല്ലെങ്കിൽ വിഷ്ണുവിന് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാ ദിവസവും ആഴ്ചയിൽ 3 ദിവസം മറ്റും വരും. 3 to 4 days അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന പോലെ ചില ദിവസം ഒരു പുട്ടുണ്ടാക്കി വയ്ക്കും, പുട്ടും കടലയും അങ്ങനെ. അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ വിത്ത് ചട്നി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവരില്ല ഒരാഴ്ചയായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ദോശ കഴിക്കാൻ ഇഷ്ടം ആണ്. തോന്നുമ്പോൾ ഗീ റോസ്റ്റ് ഉണ്ടാക്കും. നല്ല മാവ് കിട്ടും കേട്ടോ ഇവിടെ പാക്കറ്റിൽ. ID എന്നുണ്ട് പറഞ്ഞിട്ടുള്ള ആ പാക്കറ്റ് നല്ലതാണ്. പിന്നെ ഇഡ്ഡലിക്ക് നല്ലതാണ്. പിന്നെ കുടുംബങ്ങൾക്കും ഇഷ്ടമാണ് ദോശയാണ്, ഈ ദോശയൊക്കെ. അനുക്കുട്ടിക്കും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അനുക്കുട്ടി എഴുന്നേറ്റ് വരാണെങ്കിൽ അനുക്കുട്ടിക്കും ദോശ ഉണ്ടാക്കിക്കൊണ്ട് പറയും വേണം അങ്ങനെ ഭയങ്കര നിർബന്ധമില്ല. അനുവിന് കൂടുതലും കോൺഫ്ലേക്സ് പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇഷ്ടം. ചോക്കോ പോപ്സ് അതൊക്കെയാണ് കഴിക്കുന്നത്. എങ്കിലും ചിലപ്പോൾ പറയും അമ്മ എനിക്കും കൂടി ഒരു ദോശ മതി എന്ന് പറയും, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഒരു ദോശ മൂഡിലാണ്. ദോശ ഉണ്ടാക്കാൻ പോകണു. കിച്ചണിലേക്ക് പോകാം. പിന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി? ഇന്ന് കൂടുതലും വൈകുന്നേരം പുറത്തിറങ്ങുന്നുള്ളൂ. തീരുമാനം അങ്ങനെയാണ്. ചില ദിവസം ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങും. ഇപ്രാവശ്യം അതല്ല. അത് വിഷ്ണുവിന് ഹോളിഡേ ആണെങ്കിൽ മാത്രം. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേ വിഷ്ണുവിനെ കാണാനില്ല. ഓക്കെ, അകത്തേക്ക് കയറാം. അപ്പോൾ ഞാൻ ഫ്രഷായി കഴിഞ്ഞു. ഇനി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടോളൂ. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ടോട്ടലായിട്ട് നടത്തിയിട്ടുണ്ട്. അത് അനുക്കുട്ടിയാണ് അതെല്ലാം ചെയ്തത്. അറേഞ്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ ഈ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഡ്രെയിനായിട്ട് പോകും. ആൻഡ് ഇപ്പുറത്തെ സൈഡിലേക്കാക്കി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഈ പരിപാടികളെല്ലാം ഇങ്ങനെ ആക്കി. വേസ്റ്റ് ബിന്നും വേറൊരു സ്റ്റൈലുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് മാറ്റണം. അത് നമുക്ക് താഴെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വേസ്റ്റ് ബിൻ. അല്ലാതെ മെയിനായിട്ടൊരു വലിയൊരു വേസ്റ്റ് ഇതുണ്ട്. പിന്നെ ഇതൊക്കെ ഇതിനകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വന്നതിന് ശേഷമുള്ള ചെറിയ മാറ്റങ്ങളാണ്. കട്ട്ലറി ഐറ്റംസ്, ഇങ്ങനെ ഈ ഗ്ലാസസ് എല്ലാം. പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്നതാണെങ്കിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ കപ്പ് ആൻഡ് സോസ്, ഈ ട്രേ ഒക്കെ ഇപ്പോൾ മേടിച്ചാണ്. വിഷ്ണു അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലായിരുന്നല്ലോ.
നമ്മൾ ആദ്യമൊക്കെ വന്നപ്പോൾ കുറേ ചെയ്തു, പിന്നെ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഐക്കിയിൽ നിന്നൊക്കെ വാങ്ങിയ സാധനങ്ങളും അല്ലാണ്ട് കുറച്ച് കടയിൽ നിന്നൊക്കെ വാങ്ങിയതെല്ലാം കൂടി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു, ഇങ്ങനെ വെച്ചു. ഇപ്പോഴാണ് കംപ്ലീറ്റ് ബാക്കി പരിപാടികൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സോസസ് ഇതെല്ലാം ഈ ഒരു അലമാരയിലും. ഓക്കേ, സിറാച്ചിൻ സോസ്, ഹോട്ട് സോസ് എല്ലാം ഉണ്ട്. ചിപ്പി ഞാൻ മേടിച്ചാണ്, ശരിക്കും ഹുമൂസ് ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ, ഇവിടെ സ്പൈസസിൻ്റെ എല്ലാ കറങ്ങുന്ന സാധനം മാറ്റിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ആക്കി. ഓക്കെ, പിന്നെന്താണ്, ബാസ്ക്കറ്റിൽ ഉള്ളി 2 തരം, നമ്മുടെ നാട്ടിലെ പോലത്തെ റെഡ് ഒണിയൻ ആൻഡ് ഇവിടുത്തെ വൈറ്റ് ഒണിയൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിനകത്താണ് ഇടുന്നത്, പക്ഷേ അത് 2ആക്കി സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു, വേറൊരു ബാസ്ക്കറ്റിലേക്ക് ആക്കണം. പിന്നെ ഇതിപ്പോൾ ലൈം വാങ്ങിയതാണ്. മൈക്രോവേവിൻ്റെ മേളിലായിട്ട് ഈ ഒരു വാളിൽ എന്തെങ്കിലും ഒരു വാളിൽ ഫിക്സിങ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വാട്ടർ ഇങ്ങനെയാണ്. പിന്നെ മിക്സിയുടെ കാര്യം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിങ്ങോട്ട് മാറണം. ഓക്കെ, ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഇതിൽ കുറേ. ഇത് ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്, പക്ഷേ ഫുൾ ചോക്ലേറ്റ്സ് അത് കിടക്കുന്നത്, ബിസ്ക്കറ്റ്സ്, കുക്കീസ് ആൻഡ് ചോക്ലേറ്റ്സ്. പിന്നെ മെഡിസിൻ കാര്യങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നു തൽക്കാലം. ഇവിടെ തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനും ഉള്ളത്. വലിയൊരു വേസ്റ്റൊക്കെ ഉണ്ടാക്കുന്നൊരു ബിന്നുണ്ട്, അതൊക്കെ. ഇനിയിപ്പോൾ വാഷ് ചെയ്യാനുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ട് ഇവിടെ, അതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഡംപ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഭയങ്കര നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ജൂട്ടെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ജൂട്ടാണെന്ന് തോന്നുന്നു. അതായത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ വേസ്റ്റും ഒന്നിച്ച് തന്നെ അതിനകത്ത് വെറുതെ കൊണ്ട് ഡംപ് ചെയ്താൽ മതി. എന്ത് എളുപ്പമല്ലേ. അതാ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ അങ്ങനെയാണ്, ബാക്കി സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. വില്ലാസിൽ ഡിഫറെൻ്റ് ആണ് സ്റ്റൈല്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടിക്കുട്ടി എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇതെനിക്ക് കാല് മസാജർ, ഇത് ബാക്ക് മസാജർ, എല്ലാം ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെയറിലിരുന്നാണ് ഞാൻ എപ്പോഴും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ സ്ഥിരം സീറ്റ്, മസാജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരിക്കും. ഓക്കെ, എവിടെ എൻ്റെ മോള്? സുന്ദരി മോളെ എവിടെ? സുന്ദരി മോളെ എവിടെ? എവിടെ എവിടെ എവിടെ? കണ്ണടച്ച് നടക്കുന്ന കുട്ടി എവിടെ? കണ്ണടച്ച് നടക്കുന്നത്. വാവ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സാധാരണ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പതിവൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഇടയ്ക്ക് തോന്നും ദോശ കഴിക്കണം. പിന്നെ കൂടുതൽ ചിലപ്പോൾ ദോശ ഈ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, നമുക്കിഷ്ടമാണ്. വിഷ്ണു രാവിലെ ടോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബ്രെഡ് ടോസ്റ്റ് സ്വന്തമായിട്ട് തന്നെ എല്ലാം കഴിച്ചിട്ട് പോകും. രാവിലെ പോകും. ഞങ്ങളെല്ലാം ഇപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് എഴുന്നേൽക്കുന്നതൊക്കെ. അപ്പോൾ തീ വളരെ കുറച്ചേ എടുക്കാവുള്ളൂ. ആ ഒഴുക്കി നമ്മൾ പരത്തുന്ന സമയത്ത് ടെമ്പറേച്ചർ, കല്ലിൻ്റെ ചൂട് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പരത്താൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പൊട്ടി കൊടുക്കാം. തിരിച്ചിടാതെയാണ് സാധാരണ ഞാൻ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നല്ല മുരിച്ചങ്ങോട്ട് എടുക്കും. അതാണ് എൻ്റെ ഒരു മെത്തേഡ്. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ട, പഞ്ചസാര മാത്രം മതി തൊട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ചമ്മന്തിയൊക്കെ നല്ലതാണ് ഉണ്ടെങ്കിൽ, പക്ഷെ എനിക്ക് ഇങ്ങനെ ഗീ റോസ്റ്റ് വിത്ത് ഷുഗറാണ് ഞാൻ കഴിക്കാറ്. സാമ്പാർ അങ്ങനെ ഞാൻ പതിവില്ലല്ലോ, വേണമെങ്കിൽ സാമ്പാർ കൂട്ടി കഴിക്കാം. അങ്ങനെ ഇവിടെ സാമ്പാർ എപ്പോഴും സ്റ്റോക്കാണ്. കാര്യം വിഷ്ണുവിന് സാമ്പാർ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇവിടെ ഒരു മെയ്ഡ് വന്നു പോകുന്നുണ്ട് ഞങ്ങളില്ലാത്ത സമയത്ത്, പുള്ളിക്കാരി സാമ്പാർ ഒക്കെ ആക്കി വയ്ക്കും. ഓക്കെ, ഫസ്റ്റ് ദോശ ഈസ് റെഡി. ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ദോശ ഒരു 2-3 ദോശ മതിയാകും. ഇവിടെ വന്നു ദോശ ഷെയർ ചെയ്യാനായിട്ട് അമ്മാമ്മയുടെ കൂടെ. ഓക്കെ, യു ലൈക്ക് ഇറ്റ്? അമ്മാമ്മ മോൻ കഴിക്കും. ഓക്കെ, ഞാൻ നല്ല എപ്പോഴും ഇഷ്ടമാണ് ഈ റോസ്റ്റ്. നൈസ്, യമ്മി. ഒരു ബേബി അമ്മാമ്മയാണോ? അമ്മാമ്മയ്ക്ക് മതി, മോൻ കഴിക്കാം. ഇത് പിന്നെ ലൈക്ക് സാമ്പാർ. ഓക്കെ, വിത്ത് സാമ്പാർ. ഇത് മോൻ സ്വന്തമായിട്ട് കഴിക്കണം, സ്വന്തമായിട്ട് എല്ലാം ചെയ്യണം, അതാണ് ഇഷ്ടം. ദോശ, ചമ്മന്തി, സാമ്പാർ. സാമ്പാർ എടുത്ത് വെച്ചു ഇവിടെ. ഓക്കെ, നൈസ്. ഓക്കെ,
അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സ്വന്തമായിട്ടെല്ലാം ചെയ്യണം പുടുവിന്, അതാണ് ഇഷ്ടം. നല്ലതാണ്, അങ്ങനെ ആയിരിക്കണമല്ലോ കുട്ടികൾ. അങ്ങനെ കുറേയൊക്കെ മെസ്സി ആക്കും, എന്നാലും അങ്ങനെയാണ് പഠിക്കുന്നത്. നമുക്ക് തോന്നും അയ്യോ മെസ്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം കുളമാക്കി വയ്ക്കുക. അതുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് നമ്മൾ ഫീഡ് ചെയ്യാൻ നോക്കും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കണം, കൈ കൊണ്ട് കഴിക്കാനോ സ്പൂൺ കൊണ്ട് കഴിക്കാനോ. അപ്പോൾ ശരിക്കും നല്ലതായിട്ട് അവർ ട്രെയിൻഡ് ആകും. എന്തോ ഇരിക്കലാ റോസ്റ്റ് നോക്കുമ്പോൾ സാമ്പാർ. സാമ്പാറിൽ മുക്കി കഴിക്കുക കുഞ്ഞ് അല്ലേ? യു ആർ ഈറ്റിംഗ് ദോശ വിത്ത് സാമ്പാർ. അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് വിത്ത് പുടുമോൾ ആൻഡ് അനുകുട്ടി. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അങ്ങനെ പോവാം. ഓക്കെ, എൻ്റെ മോളക്കുട്ടി എന്നെ ചങ്കരേ കുട്ടി. പിന്നെ അവൻ്റെ ബേബി സീറ്റിലൊന്നും ഇരിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം എല്ലാവരും ഇരിക്കുന്ന പോലെ സ്വന്തമായിട്ടൊരു നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ചെയർ വേണം. അതാണ് കൂടുതൽ താല്പര്യം. കഴിച്ചു കഴിഞ്ഞാൽ ആളുടെ പാട് നോക്കി പോയത് കമ്മി അമ്മാമ്മയെ കൂടി പൊക്കിക്കൊണ്ട് പോകാൻ പോവാണ്. ഓക്കെ, ഞാൻ വരാം. ചിക്കൻ ഒരു 2 കോഴി മേടിച്ചിട്ട് അതിനെ ബോൺലെസ് ആക്കി. അപ്പോൾ കുറേ ബോൺസ് കിട്ടി. ഓക്കെ, ബോൺസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫ്ലഷും ഉണ്ട്, അങ്ങനത്തെ ബോൺസാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ വെച്ചിട്ടൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണു. പ്ലസ് വേറെ കുറച്ച് കാര്യങ്ങൾക്കുള്ള പ്രിപ്പറേഷനും കൂടി ആകാമെന്ന് വെച്ചു. ഇത് നമുക്ക് കുറേ കാലിൻ്റെ ചിറകിൻ്റെയൊക്കെ പീസസൊക്കെ എടുത്തിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ സ്റ്റോക്ക്. നമ്മുടെ തായ് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ. അപ്പോൾ തായ് ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റോക്ക് വേണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് സംഭവങ്ങൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. 2 കോഴീനെ ബോൺലെസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. തായ് മാത്രമല്ല അറബിക്കും ഒക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് ബോൺലെസ് എടുത്തപ്പോൾ ആ എല്ലിനെയൊക്കെ നമ്മളൊന്ന് പ്ലാൻ. ഇന്നത്തെ ലഞ്ചിന് ഒരു ചിക്കൻ എല്ല് കറിയാണ്. പക്ഷേ കംപ്ലീറ്റ്ലി എല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് നോക്കിയില്ലേ, ഇതിനകത്ത് നിറച്ച് ഫ്ലഷ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇലാബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ചോറ് റെഡിയാണ്. അതേപോലെ വൈറ്റ് റൈസ് പെട്ടെന്ന് തന്നെ ചെയ്തതുകൊണ്ട് വൈറ്റ് റൈസാണ് നല്ലത്. അപ്പോൾ എളുപ്പത്തിൽ. ഇത് ബസ്മതി റൈസാണ്, ഇത് ടിൽഡയുടെ ആണ്. നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇച്ചിരി വേകുന്ന രീതിയിൽ വേവിച്ചെടുത്താണ്. കുറച്ച് കുഴഞ്ഞ രീതിയിൽ തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണം. ഓക്കെ, അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു സാലഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ചിക്കനും ഒന്ന് സെറ്റ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ കലാപരിപാടി. അപ്പം രാവിലെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും. കത്തിക്കൊന്നും അത്ര മൂർച്ചയില്ല ഇവിടുത്തെ. ചെയ്ത് വരുമ്പോൾ പിന്നെ മൂർച്ച പോവുകയാണ്. നന്നായിട്ടൊന്ന് രാഗണം, എന്നാൽ ഓക്കെ. എല്ലാ ഹാഫ് സ്ലൈസസ് ഒരു 2 വലുത് എടുത്തു. ഇത്രയും ചിക്കനല്ലേ ഉള്ളൂ. ചിക്കൻ എല്ലാം കൂടി ഒരു 1/2 കിലോ വരുമായിരിക്കും. പൊട്ടറ്റോയും കൂടി ഇടാം, അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടും ക്വാണ്ടിറ്റി. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ പോകണു. ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക് കൂടി ചേർക്കുന്നു. ഇനി ഇതിലേക്ക് സവാള ചേർക്കുന്നു. നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങി. ആ ഉലുവയും കടുകെല്ലാം പൊട്ടി 2 സവാള ചേർത്തു. ഒരു സിമ്പിൾ സാധാരണ ഒരു കറി. ഇതിൻ്റെ ഗ്രേവി മാത്രം മതിയാണ് ഭക്ഷണം കഴിക്കാൻ. 2 പച്ചമുളകും കൂടി ഇടുന്നേ. ഓക്കെ, 2ആയിട്ട് മുറിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വേണ്ട കളറൊന്ന് മാറട്ടെ. തീ ഒരൽപ്പം കുറച്ചിട്ട് പൊടികളെല്ലാം ഇട്ടു. നന്നായിട്ട് കളറെല്ലാം മാറി നന്നായിട്ടുണ്ട്, നല്ല മണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ആ കഷ്ണങ്ങളെല്ലാം ഇട്ടു. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു കോഴിയുടെ 2 കോഴിയല്ലേ മേടിച്ചത്, അതിൻ്റെ 1 കോഴിയുടെ ബ്രസ്റ്റ് പീസിൻ്റെ ഒരു പകുതിയും കൂടി ഞാൻ ചേർത്തു. ഇതിൽ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് എല്ലാം മാത്രമല്ല, എല്ലെന്ന് പറഞ്ഞാൽ ഫ്ലഷുള്ള അല്ല കേട്ടോ, അതിൻ്റെ കൂടെ അല്ലാണ്ട് കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ചിക്കൻ കറി പോലെ ആക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാൻ പോകണു. കാരണം ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ഇടും അന്നേരം. ഓക്കെ, ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തു. പിരിയൻ മുളക് പൊടി ആയതുകൊണ്ട് പ്രശ്നമില്ല. 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ എടുത്തു ഗരം മസാലപ്പൊടി. ഇത് ഞാനിവിടെ വന്നിട്ട് പൊടിച്ചതാണ് കേട്ടോ, നമ്മുടെ തന്നെ സെയിം റെസിപ്പി.
അവിടെ ഫോണിൽ വലിയ അമ്മൂമ്മയായിട്ട് സംസാരിക്കുകയാണ് കൂടുതലും അനുവും വിഷ്ണുവൊക്കെ. മാറ്റുന്ന ഫോൺ വീഡിയോ കോൾ. അപ്പൂപ്പനും വല്യമ്മൂമ്മയൊക്കെ സംസാരിക്കും. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഒരു വലിയ ഉരുളക്കിഴങ്ങായിരുന്നു, സ്ക്വയേഴ്സാക്കി. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. ഗരം മസാലയും ചേർത്തു 3/4 ടീസ്പൂൺ. തീയൊക്കെ കൂട്ടട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കും. വീണ്ടും കുറച്ച് വെള്ളം. അപ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ച് കഴിയും. ഇനി പാത്രം അടച്ചിട്ടിട്ട് വേവിക്കാം. എല്ലാം വേകട്ടെ. കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങ് വേകുന്നതാണ് അതിൻ്റെ പാകം. ചിക്കനിൽ നിന്ന് അങ്ങനെ വെള്ളം ഇറങ്ങാനുണ്ടെന്ന് തോന്നുന്നില്ല, നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി 1/2 കപ്പോ മറ്റോ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് തിളയെല്ലാം വന്ന് ഇങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ചതച്ച് വെച്ച് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, അതുപോലെ ഇഞ്ചി ചതച്ചത് 1 ടേബിൾ. അത് റോയായിട്ടിട്ടാൽ മതി, വഴറ്റി ചേർക്കുന്നില്ല. ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. എല്ലാം ഒരു റഫ് സ്റ്റൈലിലാണ്. ഓക്കെ. കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ മുഴുവൻ ഇങ്ങനെ അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഈ സ്റ്റേജിലിട്ടാൽ അതും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ചെറിയ ഉള്ളി ഉണ്ട്, പക്ഷേ സ്കിൻഡല്ല. ഞാനിനി അത് എടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട. ഞാൻ ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ആയിരുന്നു. ഓക്കെ, എൻ്റെ വലിയ ചങ്കി പീസസ് ആയിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട്. എന്ത് കുഴയണം നിർബന്ധമില്ല, ചെറുതായിട്ടൊന്ന് വാടി അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ പുളി രസമൊക്കെ ഒന്ന് ഇറങ്ങിയാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. ഞാൻ പാത്രം ഇതുവരെ അടച്ചിട്ടില്ല, ഇനി അടയ്ക്കാൻ പോകും. ഓക്കെ ഓക്കെ. ഉപ്പും കൂടി ചേർത്തിട്ട് അടയ്ക്കാം. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, ആ ഒരു സ്റ്റൈലാണ്. ഓക്കെ, എല്ലാം പാകത്തിന്. പൊട്ടറ്റോ ഒക്കെ ഓൾമോസ്റ്റ് കുക്ക്ഡ്. ഇനി ഒരൽപ്പം തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. നല്ല ടിൻറ്റ് തേങ്ങാപ്പാലാണ് ഇവിടെ ഇരിക്കുന്നത്, നല്ല കുറുകിയ തേങ്ങാപ്പാൽ. 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഒരു ക്രീം, കോക്കനട്ട് ക്രീം പോലെ ഉണ്ട്, അത്രയും തിക്ക്. വാ, കഴിഞ്ഞ പരിപാടി. കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഇടുന്നില്ല. അതുകൂടി ഇട്ടാൽ ഗംഭീരമായിരിക്കും. പക്ഷെ ഞാൻ വേറൊരു പരിപാടി ചെയ്യാൻ പോകും. ഓക്കെ, കണ്ടോളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ശുദ്ധമായ നെയ്യ്. സ്പെഷ്യൽ ടേസ്റ്റ് വരും. അത് ഉരുക്കി ആ നെയ്യുടെ ഫ്ലേവർ നമ്മുടെ ഗ്രേവിയിൽ കിട്ടും. യെസ്, ഒരു 5 മിനിറ്റ് കിടക്കട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഓക്കെ, എന്താ ഫൈനൽ സ്റ്റേജ് നോക്കിക്കോളൂ. നല്ല നെയ്യ് ഒക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. നെയ്യും പിന്നെ തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഓയിലിനെ എല്ലാം കൂടി ചേർത്തിട്ട് so nice and beautiful. ഓക്കെ, ഫൈനൽ സ്റ്റേജ് എത്തി. തീ ഓഫ് ചെയ്യുന്നു. യെസ്, അത്ര മതി. ഒന്നിരിക്കുന്നോറും അതിൻ്റെ ഒരു സ്വാദ് കൂടിക്കൊണ്ടേയിരിക്കും. കുറച്ച് ഗ്രേവിയുള്ള തിക്ക് ഗ്രേവിയാണ്, കുറച്ച് കുറുകിയ ചാറോട് കൂടി. ഇത് ഇന്ന് മെയിനാണ്. കാര്യം ഇന്ന് ഒഴിക്കാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല. ചുളു പരിപാടി, ഇന്നത്തെ പരിപാടി സിമ്പിൾ. ഇന്ന് റൈസ് ആൻഡ് ചിക്കൻ എങ്ങനെയുണ്ട്? ഇറ്റ്സ് എ ഹോൾസം ലഞ്ച്. ഇതിൻ്റെ കൂടെ കുറച്ച് വെജീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പോരെ, ധാരാളം. സലാഡ് മാത്രം മതി. യെസ്, ആൻഡ് ചിക്കൻ കറി, ചിക്കൻ ബോൺ, എല്ലാം മാത്രമല്ല കഷ്ണങ്ങളും ഉണ്ട്. യെസ്, എല്ലാം കഷ്ണം കറി. സാമ്പാറുണ്ട്. ഓക്കെ,
ഇതില് തൈര് എടുക്കാമോ? പിന്നെന്താ തൈര് എടുക്കാം. അല്ലല്ല തൈര് വിഷ്ണു സ്ഥിരം തൈരും കൂട്ടിയല്ലേ കഴിക്കുന്നത്. തൈരും കൂടി എടുക്കാം. യെസ് യോഗട്ട്. യമ്മി കഴിക്കാൻ വന്നിരിക്കണോ? ഓക്കെ. We are watching Mr. Bean. Yummy? നൈസ്. ചിക്കൻ റൈസ് സാമ്പാർ തൈര്. വിഷ്ണുവിൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് തൈരും സാമ്പാർ ചോറ്. പൊടുവിനും അത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇപ്പം അനുവിൻ്റെ ചിക്കൻ ചോറ് കോമ്പിനേഷനും ഇഷ്ടമാണ് അല്ലേ അനു? അനു കൊടുക്കുമ്പോഴാണ് അത് കഴിക്കുന്നത്. ഞാനങ്ങനെ ചിക്കനും ചോറും കൊടുക്കുമ്പോൾ അവൻ കഴിച്ചിട്ടില്ല. അത് അനുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നും ചിക്കൻ കഴിക്കും പൊടു, അല്ലാത്ത സമയത്ത് കഴിക്കാറില്ല. ഓ നൈസ്. എരിവുണ്ടോ? ആവശ്യത്തിന്. ഓക്കെ. യമ്മി യമ്മി. എന്തൊക്കെ പറഞ്ഞാലും അല്ലേ അനു, നമ്മൾ വേറെ ഡിഷസൊക്കെ ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ നാടൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വേറെയാണ്. സാമ്പാർ, ചിക്കൻ കറി, ചോറ്. യെസ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളത് മിസ് ചെയ്യും. അപ്പം നമ്മളത് തന്നെ കഴിക്കും. ഇനിയും വേണമെന്ന്. ആ ആ അമ്മ കഴിക്കാൻ സമ്മതിക്കില്ല. ഓ യൂട്ട് ചിക്കൻ്റെ പീസ് വേണമെന്ന്. കണ്ടില്ല, അവ ഇട്ടതെല്ലാം അവൻ തന്നെ കഴിച്ചു. അതുകൊള്ളാം. വീട്ടിൽ വരുമ്പോഴും അവൻ കഴിക്കും. അതങ്ങനെ ചിക്കൻ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ അവിടെ നിൽക്കുമ്പോൾ ചിക്കൻ കഴിക്കാറില്ല ഞാൻ കൊടുക്കുമ്പോൾ. പക്ഷെ അനു കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കഴിക്കും. അനുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മിക്കവാറും അനു പോകുന്ന ദിവസം ചിക്കൻ കറി ഉണ്ടാവും. അന്നേരം അവിടെ നിന്ന് ചോറും ചിക്കൻ കറിയും ചിക്കൻ എല്ലാം. എരിവൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഒരു സ്പൈസി ആയിട്ടുള്ളതും കഴിക്കും, എല്ലാം കഴിക്കും. നമ്മുടെ വീട്ടിൽ സാമ്പാർ തൈര് അതാണ് ഏറ്റവും ഇഷ്ടമായിട്ട് കാണിക്കുന്നത്. മോളെ ചിക്കനും ചോറും. ആ വൈറ്റ് റൈസ്. അവിടെ വൈറ്റ് റൈസാണ്. നമ്മുടെ അവിടെ ചമ്പാവരിയാണല്ലോ മോസ്റ്റ്ലി. എന്താ യെസ് ബേബി. സോന മസൂരി അല്ലേ? സോന മസൂരിയാണ് അവിടുത്തെ റൈസ്. ഓക്കെ മതി മതിയായി മതിയായി മതിയായി. വൈറ്റ് റൈസ്. ദിസ് ഇസ് വൈറ്റ് റൈസ്. അമ്മ വിൽ പുട്ട്. അമ്മയ്ക്ക് തരാൻ ചോറ്, ബാക്കി ചോറും കൂടി അപ്പം പറയുകയാണ് എന്നടുത്ത്. അത് മോനെ കുറച്ച് ബാക്കിലോട്ട് നിന്ന് ഹായ് പറയൂ. കം ബാക്ക് ആൻഡ് സേ ഹായ്. അവൻ്റെ വിചാരം അവിടുത്തെ അടുത്ത് നിൽക്കുന്നു. ഇങ്ങോട്ട് വന്ന് ഡാൻസ് ചെയ്തേ. എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്? ഇവിടെ ഇവിടെ ഇവിടെ. കം ആൻഡ് സ്റ്റാൻഡ് ഹിയർ. ദെൻ ഓൺലി അതിനെ കാണണമെങ്കിൽ ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യൂ. കം ഡിങ്കിടിങ്കിടിങ്ക്. അമ്മാമ്മയുടെ അടുത്തോണ്ട് വന്ന് ഡാൻസ് ചെയ്യുക. ഓക്കെ സി നോക്കി. അത് നന്നായിട്ട് കാണാം. അത് ഇവിടെ നിന്ന് നോക്കിയേ. നോക്കൂ മോനെ, നോക്കൂ. ക്യാമറയെ നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഡാൻസിങ് തോന്നണം കുറച്ചുകൂടെ. യെസ്. അങ്ങനെ ഉച്ച സമയം പുറത്ത് നല്ല അത്യാവശ്യം വെയിലുണ്ട്, നല്ല നല്ല തണുത്ത കാറ്റുമാണ്. ഇതൊരു വിൻ്റർ പീരീഡ് ആയതിൻ്റെ ഒരു ഗുണമാണ്. നമ്മളെല്ലാം റിലാക്സ് ചെയ്ത് വീട്ടിലിരിക്കുന്നു. പൊടോ. അപ്പോൾ ഡിസംബർ ഇസ് ഹോളിഡേയ്സ്. ക്രിസ്മസിൻ്റെ അനുബന്ധിച്ച് കുറേ അവധിയുണ്ട് അല്ലേ വിഷ്ണുവിനിപ്പോൾ? പഴയതുപോലെ അല്ല, അല്ലെങ്കിൽ ഭയങ്കര ഷെഡ്യൂളാണ്. ഇതിപ്പോൾ കുറേയൊക്കെ വർക്ക് ഫ്രം ഹോമും കുറേ ഹോളിഡേയ്സൊക്കെ മിക്സ് ചെയ്ത് കിട്ടുന്നുണ്ട്. പോയാലും കുറച്ച് നേരത്തെ വരാൻ പറ്റും. പക്ഷെ ഇന്നെന്തായാലും പോയ ദിവസമാണ്. നമ്മളിനി എത്ര റിലാക്സ്ഡ് ഡേ ആണെന്ന് പറഞ്ഞാലും വീട്ടിലിരുന്നാലും വൈകുന്നേരം ആകുമ്പോൾ പുറത്തു പോകും. അതാണ് നമ്മുടെ റിലാക്സേഷൻ, പുറത്തുള്ള റിലാക്സേഷൻ, കറക്കം. ഏതെങ്കിലുമൊക്കെ മോളിൽ കയറുക. ഇപ്പം ആരാണ്ടൊക്കെ ചോദിച്ചു മോള് മാത്രമേ ഉള്ളൂ ദുബായിലെന്ന്. ശരിക്കും പറഞ്ഞാൽ മോള് മാത്രമല്ല, കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ദുബായിൽ നിന്ന് കുറച്ച് ഒരു ഔട്ട്സ്കേർട്സ് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താൽ പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്രാവശ്യം നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ലായിരുന്നു. സോ ഇവൻ കുറച്ച് ചെറുതും കൂടിയല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞാൽ അവനും എൻജോയ് ചെയ്യുള്ളൂ. അപ്പോൾ മേ ബി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലും കൂടി പോകാൻ ശ്രമിക്കാം. പോകണം എന്ന് ആഗ്രഹമുണ്ട്. കുറേ സ്ഥലങ്ങൾ, കുറേ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ട് പല സ്ഥലത്ത്. കുറേയൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പോരാ, ഇനി ഒരുപാട് ടേസ്റ്റിങ് അറിയാനുണ്ട്. പല പല ഡിഫറെൻറ്റ് വൈറൽ ഫുഡ് ഐറ്റംസ്. ഇപ്രാവശ്യം നമുക്ക് മറ്റിടത്ത് പോകാൻ പറ്റിയില്ല അല്ലേനു, ഗ്ലോബൽ വില്ലേജ്. അതൊരു എല്ലാവരും വരുമ്പോൾ പോകുന്ന സ്ഥലം. പക്ഷേ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൈറലായിട്ടുള്ള ഡിസേർട്ട്സ്, പലതരം ഫുഡ് ഐറ്റംസൊക്കെ എല്ലാവരും പോയി കഴിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഫുഡിൽ കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ടുണ്ട്. നമുക്കും അങ്ങനെ പോയി കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സമയം കിട്ടിയില്ല. എന്താണ് അഭിപ്രായം അല്ലേ? നെക്സ്റ്റ് ടൈം പോവാം അല്ലേ?
നെക്സ്റ്റ് ടൈം മീൻസ് ഈ ഒരു സമയത്തൊക്കെ വരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും. വിൻ്റർ ടൈമിൽ തന്നെ പോകാനേ പറ്റുള്ളൂ. ഞങ്ങളിനി സമ്മറിൽ വന്നാൽ പോലും അപ്പോൾ ഈ പകലൊന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. നോമ്പ് സമയത്ത് വരികയാണെങ്കിൽ ഈവനിങ്സ് വെളിയിൽ ഇറങ്ങാം. അപ്പോഴും ഒരുപാട് ഫുഡ്, നല്ല നാടൻ പലഹാരങ്ങളൊക്കെ കഴിക്കാം. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലും ഒക്കെ കഴിക്കാൻ പറ്റും. നോമ്പ് സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേ സംഗതികളൊക്കെ ഉണ്ട്. ഒരു ഏരിയയിലൊക്കെ പോയാൽ അങ്ങനെ പള്ളിയുടെ ഭാഗത്തൊക്കെ പോയാലും വിഷ്ണു എന്താ പറഞ്ഞാൽ അബുദാബിയിലെ പള്ളിയുടെ കാര്യമാണോ? ഓക്കെ, അവിടുത്തെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനപ്പുറത്തേക്ക് ഫ്രീ ആയിട്ടും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ. അങ്ങനെയുണ്ട്. അനുവിൻ്റെ വയറ് ഒട്ടാറായി എന്നാണ് ഇപ്പം അനു നെക്സ്റ്റ് പറയാൻ പോണത്. അയ്യോ ഒന്നോ കരഞ്ഞോണ്ടാണ്. ഇപ്പോൾ കുറച്ച് ഡയറ്റൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വണ്ണം കുറയ്ക്കുക. അനുവിന് എന്ത് വണ്ണമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അനുവിന് വണ്ണം വേണ്ട ഇല്ല, അനുവിന് വണ്ണം എന്ത് വണ്ണം എനിക്കറിഞ്ഞൂട. അനുവിന് പക്ഷേ ഇതിൻ്റെ പകുതി ആവാനായിട്ട് നടക്കുകയാണ്. ഓക്കെ, പറ്റും. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് വേണ്ടാന്ന് വിചാരിച്ചു. അത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട, ഇതൊന്നും വേണ്ട. കുറച്ച് ഇപ്പോൾ കഴിക്കാതിരുന്നാൽ പിന്നെ ട്രിവാൻഡ്രത്ത് നിന്നിട്ട് വീണ്ടും നമുക്ക് ഡയറ്റ് നോക്കാം. ഞാനില്ല, അനു. എനിക്ക് ഡയറ്റ് പരിപാടിയൊന്നും ഇല്ല തൽക്കാലം. ഞാൻ മര്യാദയ്ക്ക് എല്ലാം കഴിച്ചുകൊണ്ട് നടക്കാണ് പറ്റുന്ന പോലെ. വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. മോനെ എന്താ ഡയറ്റ് നോക്കുമെന്ന് പറയുമ്പോൾ വെട്ടിയടി. ഇത് കുറച്ചേ ഉള്ളൂ, കാണുന്നില്ലല്ലോ. ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അല്ല, സത്യം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അനു കഴിച്ചില്ല. അത് ദോശയൊക്കെ ഞാനാണ് കഴിക്കുന്നത്. ഓ മോനെ, യെസ്. എന്തോ കാര്യം, വണ്ണം കുറയുന്നില്ലല്ലോ. വണ്ണം കുറയും, ഇടയ്ക്ക് നല്ല കുറയും. ഇങ്ങോട്ട് വന്ന സമയത്ത് ശരിക്കും നല്ല റെഡ്യൂസ്ഡ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി മേ ബി 1 കിലോ ഒക്കെ പുട്ടും ചെയ്ത് കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ ഫുഡിൽ റെസ്ട്രിക്ഷൻ ഇല്ല. അനു വണ്ണം വെച്ചിട്ടില്ല, പ്ലീസ്. അനു ഭയങ്കര കോൺഷ്യസ് ആണ് അനുവിൻ്റെ എന്താ പറയുക വണ്ണത്തിനെ കുറിച്ചൊക്കെ. ഞാൻ പറയാം അതൊന്നൊരു കാര്യമേ അല്ല. എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ് വണ്ണം. നമ്മൾ മനഃപൂർവ്വം വിചാരിച്ചാൽ മതി. പുടുവാണ് ഈ എന്താണ് വുഡ് പെക്കറിനെ പോലെ സൗണ്ട് കേൾക്കുന്ന പുടു അവൻ്റെ ഒരു സ്ലേറ്റ് പോലൊരു കാര്യം വാങ്ങിച്ചു. അതിലിട്ട് കുത്തി 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 സൗണ്ട് ഉണ്ടായിക്കോട്ടെ. അത് ഇവിടെ ഏത് മരം കുത്തിയാണോന്ന്. പുടു, ബ്രിങ് യുവർ സ്ലേറ്റ് ഹിയർ. കൊണ്ടുവരൂ, അമ്മാമ്മ നോക്കട്ടെ. സോംബി അമ്മാമ്മയെ കാണിച്ചു തരൂ. ഓ അമ്മാമ്മ, സോംബി അമ്മാമ്മ. അതിനാണ് സോംബി എന്ന് വരയ്ക്കുന്നത്. കം ഹിയർ. ഷോ മീ ഇതല്ല, ബ്രിങ് ദാറ്റ്. അതും കൂടി കൊണ്ടുപോകാൻ മോനെ. ഇത് വെച്ചാണ് കേട്ടോ, ക്ലിപ്പ് വെച്ചിട്ട് അതിൽ കൊത്തിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ കുഞ്ഞേ. അമ്മാമ്മ നോക്കട്ടെ. ലെറ്റ് മീ സീ ദാറ്റ്. സോംബി അമ്മാമ്മ. സോംബി അമ്മാമ്മ. ഇതാണ് പുടു വരച്ച സോംബി അമ്മാമ്മ. നോക്കണേ, സോംബി അമ്മാമ്മ. ഹായ്, നൈസ്. അമ്മാമ്മ വരയ്ക്കട്ടെ. കുഞ്ഞിവിടെ ഇരിക്കേ. സിറ്റ് വിത്ത് അമ്മാമ്മ. ഓക്കെ കം സിറ്റ്. ഇതാ ഇവിടെ നോക്കൂ. കം ഹിയർ. ഇതാ നോക്കിക്കോളൂ. അമ്മാമ്മ ഈസ് ഗോയിങ് ടു ഡ്രോ. Who is this? അമ്മാമ്മ. ഓയ് നോക്കൂ, സോംബി അമ്മാമ്മ. സോംബി റസ്ത. എന്താ ബാക്കി ഏതായിരുന്നു? ടീക്ക. സോംബി ടിക്ക. അയ്യോ, ആഹാ, ഓക്കെ. ഓ മോനെ, ഓക്കെ. അപ്പം അത് കഴിച്ച് തീർക്കട്ടെ, ഞാൻ എൻ്റെ ബാക്കി പരിപാടികൾ. ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത് ഈവനിങ് ടൈം. യെസ് മോളെ. ഒരു ഹലോ പറഞ്ഞേ. ഹലോ. സൺ എന്നാണ് പറയുന്നത്. ഇപ്പം നല്ല സൂര്യൻ ഇങ്ങനെ ഒരു 5, ഇപ്പോൾ സമയം 5:30. ഓൾമോസ്റ്റ് 5:30. ഞങ്ങൾ ഇങ്ങനെ ഒരു യെസ് നൈസ്. നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്ത് ഷോപ്പിങ്ങും കറക്കം തന്നെയാണ്. പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ ഇന്ന് ആദ്യം എവിടെ പോകണം വിഷ്ണു? അയ്യോ, അനുവിൻ്റെ വിഷമം. പ്രോപ്പർ ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുറേ നേരമായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലും കഴിക്കാം. ഏതെങ്കിലും ഒരു കഫേ ആയാലോ? വിഷ്ണു സജസ്റ്റ് ചെയ്തോളൂ. ഊത് മേത്ത സൈഡിലേക്ക് പോകണം. അവിടുത്തെ ഏതെങ്കിലും കഫേ നോക്കാം. ഓക്കെ, കൊള്ളാവുന്ന നല്ലൊരു കഫേയിലേക്ക് കയറാം. ഓ ലുക്ക്, എവിടെ നോക്കട്ടെ. സൺഗ്ലാസ് വെച്ചിരിക്കുന്നു. വാവ്, നൈസ്. ലുക്ക് നിന്നെ കാണിച്ചിട്ടാണ്. യെസ്.
കഫേയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ റെഡ് റിബൺ, ഇവിടെയാണ് കയറാൻ പോണത്. തൊട്ടടുത്ത് തന്നെ ലുലു ഡെയിലി ഫ്രഷ് മാർക്കറ്റ് ആൻഡ് ഗ്രോസറി. കൊള്ളാലോ, നൈസ്. ഇറ്റ്സ് എ നൈസ് റെഡ് റിബൺ കേക്ക്സ് ആൻഡ് ബിസ്ട്രോ. കൊള്ളാം, കയറാം. ഓക്കേ, നമ്മുടെ വൈകുന്നേരം ഈവനിങ് നല്ല സമയമായത് അടുത്ത പള്ളിയിൽ. ഫുഡും ഇറങ്ങിപ്പോയി കാറിലിരുന്നിട്ട് ഫാമിലിക്ക് മാറ്റി. യെസ്, അതിന് പറയൂ എന്താണ്? കൂൾ മാച്ച വിത്ത് വാനില ആൻഡ് കാരമൽ. യെസ്, വെരി നൈസ്. നന്നായിട്ട് പ്രസൻറ്റേഷൻ ഇസ് വെരി നൈസ്. ഇനി ടേസ്റ്റ് ആണ് പറയണം. ഓക്കെ, യെസ്. റെഡ് റിബൺസ് ഈ ഒരു കഫേയുടെ ഓണേഴ്സാണ് ഇരിക്കുന്നത്. ഹലോ, എൻ്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് സ്റ്റാൻലി ആൻഡ് മിസ്റ്റർ സ്റ്റാൻലി ആൻഡ് സാറ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവർ രണ്ടാളും ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഗുഡ്, നൈസ് മീറ്റിംഗ് ദം. കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. പിന്നെ ഇത് സ്ട്രോബെറി ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. വെരി നൈസ്, സൂപ്പർ. അങ്ങനെ ഇംപ്രൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? വെരി നൈസ്. So we introduce most of dishes to customer feedback. Dynamite restaurant and calamari rings. ഡൈനാമൈറ്റിൻ്റെ ആളാണ് വിഷ്ണു. അപ്പോൾ കറക്റ്റ് പറയാൻ പറ്റും എന്താണെന്ന്, ടേസ്റ്റിൻ്റെയൊക്കെ അഭിപ്രായം. നൈസ്. ഹലോ, പറഞ്ഞോ. പൊടു ഉറക്കം. പൊടു ഈസ് മിസ്സിങ് മോസ്റ്റ് ഓഫ് ദ തിങ്സ്. Parmesan crusted chicken with spaghetti. Yes. And who's yes. എങ്ങനെയാണ് അനു? അടിപൊളി. പാമസൻ ചിക്കൻ. യെസ്, സ്പാഗറ്റി അനുവിന് ഇഷ്ടമാണല്ലോ. ഓ വിഷ്ണു, വിഷ്ണുവിൻ്റെ ഐറ്റം പറയൂ. ബാർബിക്യൂ ഷോർട്ട് റിബ്സ്. ഓ, ഷോർട്ട് റിബ്സ്. ഞാനത് കണ്ടതാണ് കേട്ടോ. ഞാൻ വിചാരിച്ച വിഷ്ണു പറഞ്ഞു അല്ലേ അത്. ഓക്കെ ഓക്കെ. യെസ്, മാഷും അതിന് മാഷ് പൊട്ടറ്റോ. യെസ്, ഇവിടുത്തെ ഒരു മോസ്റ്റ് പോപ്പുലർ ഡിഷാണ്. വാവ്, നൈസ്. അനുവിൻ്റെ കുറച്ച് കഴിച്ചു നോക്കും. സൂസൻ ആൻഡ് മിസ്റ്റർ പ്രമോദൻ, അത് ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡുമാണ്. അപ്പോൾ ഇവർ പാർട്ട്നേഴ്സാണ് ഈ ഒരു റെഡ് റിബൺ. അല്ലേ, നൈസ് കഫേ. നല്ല രസമുണ്ട് കേട്ടോ കഫേ, അടിപൊളി, ഇഷ്ടമായി. നമ്മളിങ്ങനെ ഓരോന്ന് ചോദിക്കാം. ലെമൺ സോസ്, സാൽമൺ. ഓ മുന്നേ, look, mommy is having. Kudu എഴുന്നേറ്റു. യെസ്. ആമി. യെസ്, ഷി വാണ്ട് സംതിങ്. അതാണ് എന്താ വേണ്ട പോന്നെ? സാന്റ വേണമെന്ന്. ഓ, സാന്റ കണ്ടിട്ടാ. യെസ്.
Fajitas. അതിൻ്റെ കറക്റ്റ് റാപ്പ് ചെയ്ത് കഴിച്ചാൽ മതി. എല്ലാ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫജിറ്റാസ് ലൈക്ക് പ്രോൺസ്, ഷ്രിംസ്, ദെൻ ചിക്കൻ ആൻഡ് ബീഫ്. Bio fajita. ഓ മുന്നേ മിസോ ഗ്ലേസ്ഡ് സോസ് വിത്ത് സാൽമൺ ആൻഡ് റൈസ് വെച്ചിട്ടാണ് റൈസ് പ്രസൻറ്റേഷൻ. Desserts, tiramisu, okay, and this is mango mousse and pistachio petite, okay, beautiful കേട്ടോ, നല്ല സൂപ്പറായിട്ട് പ്രസൻറ്റേഷൻ. ഇത് വിഷ്ണു ആണ് ടിറാമിസു. അനുവിനും ടിറാമിസു ആണല്ലോ ഇഷ്ടം. കോഫി ഫ്ലേവർ ഇഷ്ടം ഇവർക്ക് എന്താൾക്കും. ഒത്തിരി പേർക്ക് അതാണ് ഇഷ്ടം. അത് ചോക്ലേറ്റ് കേക്ക് കഴിച്ച് റെഡി ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് ഡിസ്റ്റർബ് ചെയ്യാനേ തോന്നില്ല. ഡിസേർട്ട്സും ഫുഡും എല്ലാം കഴിച്ച് ചെയ്താണ് എൻ്റെ മട്ടമായിരിക്കും. അയ്യോ ഭയങ്കര ഭയങ്കര നല്ല അടിപൊളി, വെരി നൈസ് റെഡ് റിബൺസ്. അപ്പോൾ വിഷുവിന് അതായത് അറിയാം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്കത് നല്ലൊരു ട്രൈ ആയിട്ട് തോന്നുന്നു. എക്സലൻറ്റ്. സാറ ആൻഡ് മിസ്റ്റർ സ്റ്റാൻലി, ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. താങ്ക് യു. ഭയങ്കര സന്തോഷമായി. നല്ലൊരു ഈവനിങ്. ഇവിടെ ഒരു നല്ലൊരു മൂഡുമാണ് അല്ലേ. ടോട്ടൽ ഒരു നല്ല രസമുള്ളൊരു മൂഡ്, നല്ലൊരു ആംബിയൻസ്, നൈസ് പ്ലേസ്. ഈ ഏരിയയും വലിയ തിരക്കും പോകണമെന്നില്ല അല്ലേ. കുറച്ചൊരു പാർക്കിംഗ് എല്ലാം കിട്ടും. അപ്പോൾ പ്ലീസ് ടു കം. വരാത്തവർക്ക് വരാം. റെഡ് റിബൺസ്. ഇതിൻ്റെ പിന്നെ ഇത് കറക്റ്റ് അഡ്രസ്സ് പറയാനാണെങ്കിൽ ദിസ് ഇസ് അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് അല്ലേ. ജസ്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് ഊദ്മേത്ത. ഓക്കെ. റെഡ് റിബൺ കേക്ക്സ് ആൻഡ് ബിസ്റ്റ്. ഓക്കെ, പ്ലീസ്. അത് ഞാനിപ്പോൾ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വന്ന് കഴിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ എല്ലാം കുളമാക്കിക്കൊണ്ടിരിക്കുന്നു. ബോഡി മുഖത്തെല്ലാം തേച്ച് വെച്ചിരിക്കുന്നു. കോഫി ഫാൻസിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടി വന്നിട്ടുണ്ട്. ദിസ് ഇസ് എലിക്രമ എന്നാണ്. എലിക്രമ. ദിസ് ഇസ് കോഫി, ഒരു സോഫ്റ്റി സ്റ്റൈൽ അല്ലേ. വാവ്. നൈസ് കോഫി. കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഐസ്ക്രീം ഫോമിൽ കഴിക്കാം. നല്ല സ്ട്രോങ് കോഫി കഴിക്കുന്നത്. ഒരു ഭയങ്കര കോഫി അല്ലേ, സ്ട്രോങ് കോഫി കഴിക്കുന്ന പോലെ. ഓ, കോഫി എലിക്രം. അതിവിടെ ഭയങ്കര ഒരു മൂവിങ് ഐറ്റമാണ് അല്ലേ. ഓക്കെ, വെൽ ഡിമാൻഡാണ്. വെറുതെ കോഫി, സ്ട്രോങ് കോഫി കുടിക്കുന്നതിന് പകരം കോൾഡ്. ഓക്കെ. നല്ല ഫുഡായിരുന്നു, അടിപൊളി, നൈസ്. ഇത് ഡിന്നറായിട്ട് മാറി. ഇനി ഒന്നും കഴിക്കുന്നില്ല രാത്രി ഫുൾ. നമ്മളതേ കറങ്ങി സിലിക്കണിൻ്റെ ഭാഗത്ത് തന്നെ എത്തി. സ്പിന്നീസ്. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു മേടിക്കാൻ. എനിക്ക് കുറച്ച് തായ് ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കണം. അപ്പോൾ സ്പിന്നീസിലുണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, നോക്കാം. ഇത് എനിക്ക് സ്പിന്നീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ തായ് സ്പെഷ്യൽസ്
പട്ടായി റൈസ് നൂഡിൽസ് നോക്കട്ടെ. യെസ്, പല ബ്രാൻഡ്സ്. ഇത് ഓറിയൻ്റൽ ഫുഡിൻ്റെ ഒരു സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റൈസ് നൂഡിൽസ്, വെർമിസെല്ലി റൈസ് നൂഡിൽസ് എല്ലാം ഉണ്ട്. റൈസ് പേപ്പർ, സീവീഡ്, നൂഡിൽ കിറ്റാണിത്. ഇതിൽ സോസും എല്ലാം ചേർന്ന് വരുന്നത്. എനിക്കിതല്ല വേണ്ടത്, ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇതൊരു വലിയ സ്പിന്നീസാണ്, പക്ഷേ ഞാൻ വിചാരിക്കുന്ന എല്ലാം കിട്ടുമോ എന്ന് എനിക്ക് സംശയം. ആ കണ്ടീഷണർ, ഓക്കെ ഓക്കെ. ഇതാണോ കുഞ്ഞിന് വേണ്ടേ? ഇത് ചൈൽഡ്സ് ഫാമിന്റെ Okay. സ്ട്രോബെറി കണ്ടീഷണറാണ് ഞങ്ങൾ യൂസ് ഓക്കെ. ചെയ്യുന്നത്. കണ്ടീഷണർ ഇതാണ് നല്ല അല്ലേ? ഓ മോനെ, ഹെയർ ഫിക്സ് സ്റ്റിക്ക്, ഓക്കെ ഓക്കെ. മറ്റേ മുടി പറന്നു പോകാതിരിക്കാൻ വേണ്ടി സ്റ്റിക്ക്. ഇതെല്ലാം ഇതാണ് ഓർഗാനിക്. ഓക്കെ. അയ്യോടാ ചക്കരെ, സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടിട്ട് പോകുന്നു. ഞാനിങ്ങനെ തപ്പി, അതിനും കിട്ടിയില്ല കേട്ടോ അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യം. നോ തായ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്, രക്ഷയില്ല. ഇന്ന് വേറെ ഏതെങ്കിലും കടയിൽ കയറിയാൽ പറ്റുള്ളൂ. ഇവിടുത്തെ ഫ്രൂട്ട്സ് രക്ഷയില്ല, അടിപൊളി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കേക്ക്. അതിൻ്റെ ഒരു മഗ്നോളിയ ബേക്കറി. ഇവിടുത്തെ ബനാന പുഡിങ്ങും ഇവിടുത്തെ ട്രസ്ലെറ്റസ് ആൻഡ് ബനാന പുഡിങ്ങാണ് വളരെ ഫേമസ്. പക്ഷേ എൻ്റെ വയറ്റിലോ ഞങ്ങളുടെ 6 വയറ്റിൽ സ്ഥലമില്ല. ഫുള്ളായിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ട് വന്നത്. സോ ഇപ്പോൾ പറ്റില്ല, വേറെ ദിവസം പറ്റുമെങ്കിൽ വരാം. അങ്ങനെ കറങ്ങി കറങ്ങി സിലിക്കൺ മോളുണ്ട്, സിലിക്കൺ സെൻട്രൽ മോൾ. ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇതാണ് ടോമിയമിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. സൂപ്പിന് ടോമിയം മിക്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇതിലിപ്പോൾ അതേ ഗാലങ്കിളുണ്ട്, ഗലാങ്ക്, കാപ്പർ ലൈം ലീവ്സ്, ബേർഡ് ചില്ലി, ലെമൺ ഗ്രാസ്, യെസ് എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഐറ്റംസ്. നല്ല തിരക്കുമുണ്ട്. വീക്കെൻഡാണ്. ഫിഷ് സെക്ഷൻ വിത്ത് തല, യാ പ്രോൺസ്, ഫുൾ പ്രോൺസ്. അതായാലും മതി. ഇത് സീലുള്ള പ്രോൺസ്. നമ്മുടെ വൈറ്റ് പോംഫ്രെറ്റ്, വെള്ളാവൂലി, ഹാം, യെസ്, റെഡ് സ്നാപ്പ്. ഓരോന്നോരോന്നായി വാങ്ങി പോവുകയാണ്. ഇനി ഫ്ലാറ്റ് നൂഡിലും കൂടി നോക്കാം. ഫുഡ് ഇവിടുത്തെ ടോയ്ലറ്റിലും പോയി. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി, അവൻ്റെ നാപ്പി എല്ലാം ക്ലീൻ ചെയ്തു, ഡ്രസ്സ് മാറി വന്നു. പൊടു മോളെ, ഫ്രഷ് ആയിട്ട് വന്ന കുട്ടി എവിടെ? ഗുഡ്, യെസ്. അത് അമ്മ അവിടെ തായ്ലൻഡ് നമ്മൾ വന്ന് ആ അത് വേണം. യെസ് യെസ് യെസ്, സ്കാനിങ് അവർ ഐറ്റംസ്. Excuse me. So coming back to the beauty shop. അനുവിന് ഒരു അനു എന്തോ മേടിക്കാൻ പോവാണ്. എന്താണോ അനു, എന്താ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്? സേവ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സും ഒന്ന് പരീക്ഷിക്കാൻ പോവാണ് അനു. അവിടെ എന്ത് പറ്റി? അവിടെ എന്ത് പറ്റി? ക്ലോഗ്ഡ് പോസ്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സെൻറ്റല്ലാണ് മേടിക്കാൻ പോകുന്നത്. സെൻറ്റല്ല എനിക്ക് ചേച്ചി പക്ഷേ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് പാക്ക്. അത് നല്ലതായിരുന്നു അല്ലേ? നല്ലതാണ് സെൻറ്റല്ല ആക്ച്വലി. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ നോക്കൂ. ഞാൻ ബ്യൂട്ടി ഷോപ്പിനകത്തിരിക്കുവാണ്. അനുക്കുട്ടീസ് സെർച്ചിങ് ഫോർ ഹർ പ്രോഡക്റ്റ്. ഈ സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. അതേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഏതാണ്ടൊക്കെ കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നു. ഏകദേശം കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ അനുക്കുട്ടി ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു. ഇനി ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ സിലിക്കൺ
ഓയസിലെ സെൻട്രൽ മോളാണ്. ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഓക്കെ, ലേറ്റായി, ഇനി തിരിച്ച് വീട്ടിലേക്ക്. അത്രേ ഉള്ളൂ വിശേഷം.